ഹലോ. അപ്പോൾ ഇപ്പോൾ നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. CPR 30 റിട്ടേൺ പോകുന്ന പോലെയാണ് ഇപ്പോൾ എൻ്റെ ഒരു വ്യൂവിൽ കാണുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ചെറിയൊരു ടാർഗറ്റ് ചെറുതല്ല, അത്യാവശ്യം എപ്പോഴും വെക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ ഇന്ന് എക്സ്പയറി ഡേ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്, ഇപ്പോൾ ഒരു എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ നല്ലൊരു പ്രോഫിറ്റ് കാണും. ചെറിയൊരു സ്റ്റോപ്പ് ലോസിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു ലോസും കാണും. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നൊരു എൻട്രി എടുക്കുകയാണ്, നോർമലായിട്ട് എടുക്കുന്ന പോലെ തന്നെ ഇതിലൂടെ തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ ചെറിയൊരു ലോസാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, നമുക്ക് ചെറിയൊരു ലോസ്, അതായത് 500ൻ്റെ ലോസാണ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ നമുക്ക് എന്തായാലും എക്സ്പയറി ഡേ ആയതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇന്നലത്തെ പോലെ നല്ല രീതിയിൽ ഡൗൺ വന്നാലും നമുക്ക് ലോസ് കമ്മി എന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല രീതിയിൽ ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ, ചെറിയ രീതിയിൽ ഡൗൺ വന്നാൽ തന്നെ നല്ല രീതിയിൽ ലോസ് വരുന്ന സിറ്റുവേഷൻ ആണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് മൂവിങ് ആവറേജിൽ നമ്മുടെ CPRൽ തട്ടിയിട്ട് നമുക്ക് മേലേക്ക് പോകുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്നൊരു എൻട്രി നോക്കുന്നുണ്ട്. നിഫ്റ്റിയിലൊക്കെ ബാങ്ക് നിഫ്റ്റി കാര്യങ്ങളെല്ലാം അത്യാവശ്യം റെസിസ്റ്റൻസിൽ തട്ടിയിട്ട് താഴേക്ക് വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ CPR ഒന്ന് നിഫ്റ്റിയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ ഞാൻ എടുത്തത്. അപ്പോൾ എന്തായാലും നമുക്കത് വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു നോക്കാം. ഒന്നില്ലെങ്കിൽ ടാർഗറ്റ്, അല്ലെങ്കിൽ ഇനി കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞ് നമ്മുടെ എൻട്രി പോയിന്റ് തന്നെ നമ്മൾ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിരിക്കുകയാണ്. ഇപ്പം മാർക്കറ്റ് നല്ല രീതിയിൽ അപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ അത് ഒറ്റ ക്യാൻഡിൽ തന്നെ നമുക്ക് തീരുമാനമാക്കി തന്നിരിക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോഴേക്കും നല്ല രീതിയിൽ ലോസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് എക്സിറ്റ് ആവുകയാണ്. അപ്പോൾ ഏകദേശം 2.5K അടുത്തുള്ള ലോസാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ആയിരിക്കുകയാണ്. 2.3K നമുക്ക് ലോസ് ആയിരിക്കാം. നല്ല രീതിയിൽ ജമ്പ് ചെയ്യേണ്ടായിരുന്നു ഡൗണിലേക്ക് തന്നെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലോസ് വരാൻ കാരണം. അപ്പോൾ പ്രീമിയത്തിൽ നല്ല എഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗണിലേക്ക് വന്നിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മോർണിംഗ് തന്നെ ആ ഒരു എൻട്രിക്ക് ശേഷം പിന്നെ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. CPR തട്ടി റീടെസ്റ്റ് ചെയ്ത് വീണ്ടും ഡൗണിലേക്ക് വരുന്ന ടൈമിൽ എനിക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിൽ ഇവിടെ നിന്ന് ഏകദേശം 200 പോയിൻറ്റിൻ്റെ അടുത്തോളം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ് എൻ്റെ പ്രതീക്ഷ. 200 പോയിൻറ്റിൻ്റെ അടുത്തോളം ഏകദേശം മാർക്കറ്റ് ഡൗണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം ഒരു 100 പോയിൻറ്റ്സ് പിടിച്ചാൽ തന്നെ ഏകദേശം 2x റേഞ്ചിലായിരുന്നു. 200 പിടിക്കുകയാണെങ്കിൽ 3x ആ റേഞ്ചിലേക്ക് പോയിട്ടുണ്ടാകും. പക്ഷെ അത് മിസ്സായിരിക്കുകയാണ്, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ നമ്മൾ ലോസ് വന്നു. അപ്പോൾ ഞാൻ മോർണിംഗ് തന്നെ പ്ലാൻ ചെയ്തു എന്തായാലും ഒറ്റ ട്രേഡിൽ നിർത്താമെന്നുള്ളത്. അപ്പോൾ എക്സ്പയറി ഡേയിൽ ഒരുപാട് ചെയ്യണ്ട ഉള്ളത് കാരണമാണ് ഞാൻ അത് സെക്കൻഡ് ട്രേഡ് എടുക്കാണ്ടിരുന്നത്. നമുക്കെന്തായാലും ഇപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് ലോസാണ്, ഒരു 3K അടുത്ത് ലോസാണ്. അപ്പോൾ ഓവറോൾ നമുക്ക് 40-50% അടുത്തോളം പ്രോഫിറ്റാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നാളത്തെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നല്ലൊരു എൻട്രി വരുന്ന ടൈമിൽ നമുക്ക് എടുക്കാം. നമ്മളെല്ലാം നല്ല എൻട്രി കൊണ്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഡെയിലി നമുക്കൊരു എൻട്രി ആയതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്യൂസ് ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രദ്ധിക്കുന്നത്. ആ ഒരു ഡിസിപ്ലിനിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ലോസ് വരുമ്പോൾ ഒറ്റ ലോസ് വന്ന് 2K അല്ലെങ്കിൽ 2.5K ലോസ് മാക്സിമം, അതാണ് എൻ്റെ എക്സ്പയറി ഡേ എപ്പോഴും ഒഴിവാക്കുന്നത്. ഇതുകൊണ്ടാണ്, ഇതുപോലത്തെ ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമുക്ക് 1.5K ആണ് ലോസ് വരിക. അപ്പോൾ ഇതെന്തായാലും നമുക്ക് നാളത്തേക്ക് നോക്കിയിട്ട് എൻട്രി എടുക്കാം.